നാളികേരം കൊടുത്ത വകയിൽ 5300. അയ്യോ, പിന്നെ എന്തോ ഉണ്ടല്ലോ. ഗ്യാസ് എടുത്തത് അത് വിട്ടുപോയി. എന്താ പിള്ളച്ചേട്ടാ, കൊറേ നേരമായാലും പിറുപിറുക്കുന്നു. കണക്കേ, ഓ ഇതൊന്ന് ടാലിയാക്കാൻ ഞാൻ പെടുന്ന പാടേ. 1 രൂപ തെറ്റേ കേക്കാം സത്യാമ്മയുടെ വായിന്ന്. ആ, എന്നിട്ട് എത്ര നോക്കിയാലും കേൾക്കുന്നുണ്ടല്ലോ. ആ കണക്കല്ലേ, എത്ര നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമല്ലോ. താനൊന്ന് വെയിറ്റ് ചെയ്യ്. ആരെ കാണാനാ? കാശിന്റെ ആവശ്യത്തിലേക്കാണെങ്കിൽ സത്യാമ്മയെ കാണണം. അതല്ല കളക്ടറോട് എന്തെങ്കിലും ബോധിപ്പിക്കാനാണെങ്കിൽ കളക്ടറേറ്റ് ചെല്ലണം. ഇവിടെ ഒരു പരിപാടി ഏറ്റെടുക്കില്ല. ഇവരെ രണ്ടുപേരെയല്ല എനിക്കിപ്പോ കാണേണ്ടത്. രാഘവൻ നായരില്ലേ ഇവിടെ? ഓ, സാറിനെ കാണാനാണോ? അതെന്താ, രാഘവൻ നായരെ കാണാൻ ഇവിടെ ആരും വരാറില്ലേ? അല്ല, നേരത്തെ പറഞ്ഞവരെ കാണാനാ സാധാരണ ആൾക്കാർ വരാറുള്ളത്. എന്തായാലും ആ ഒരു കുറവ് ഇപ്പൊ തീർന്നില്ലേ? താൻ ചെന്ന് കാഹളം കാണാൻ വന്നിരിക്കുന്നത് പറ. കാഹളോ? അതെ, കാഹളം. ആര് ഭരിച്ചാലും ഭരണത്തിലെ കോട്ടങ്ങൾ അളന്നു മുറിച്ച് വിളിച്ചു പറയുന്ന രാഷ്ട്രീയക്കാരുടെ പേടി സ്വപ്നം. കക്ഷി രാഷ്ട്രീയമില്ലാതെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ശബ്ദിക്കാൻ കഴിയുന്ന 80കളിലെ ഗർജിക്കുന്ന സിംഹം. അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട് ഇയാൾക്ക്. കാഹളം എന്നത് ഇയാളുടെ പത്രമായിരുന്നു. അത് ശരി, പത്രം മുതലാളിയായിരുന്നു. എടോ, മുതലാളിയും തൊഴിലാളിയും എല്ലാം ഇയാൾ തന്നെയായിരുന്നു. പക്ഷെ ഇയാളൊരു അബദ്ധം കാണിച്ച് പത്രത്തില് സത്യം എഴുതി. അത് മേലാളന്മാർക്ക് സഹിക്കുമോ? പത്രസ്ഥാപനം അടച്ചങ്ങ് കുറ്റിയിട്ടു. ഇയാളെ കൊല്ലാറാക്കി കുറ്റിക്കാട്ടിലോ പാറയെടുക്കലോ ഒക്കെ തള്ളുകയും ചെയ്തു. പിന്നെ വിളിച്ചു പറഞ്ഞെല്ലാം ജനനന്മ ആയതുകൊണ്ട് ആരോ എടുത്ത് ഇയാളെ ഗവൺമെന്റ് ഹോസ്പിറ്റലാക്കി. അന്നത്തെ ഒരാഴ്ച ഇയാളെ എന്റെ നിയന്ത്രണത്തിൽ കിട്ടി. സൗഹൃദത്തിന്റെ ചങ്ങല കൊണ്ട് ഞാൻ ഇയാളെ കുറച്ചു കാലം ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ തിരിച്ചു കിട്ടിയ ആയുസ് കൊണ്ട് ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്.